നീ ഇതെല്ലാം മനഃപൂർവ്വം എന്നെ വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ? പറയടാ. ഞാൻ നിന്നോടാണ് സംസാരിക്കുന്നത്. എന്റെ മുഖത്ത് നോക്കി മറുപടി പറയടാ. അമ്മ ചോദിച്ചതിന് ഉത്തരം പറയടാ. എന്തിനാ നീ ഈ ജോലിക്ക് ചേരുന്നത്? എന്നെ പറ്റിച്ച്, എന്നെ ധിക്കരിച്ച് ആ കോളേജിൽ ജോലിക്ക് ചേരേണ്ട ആവശ്യം എന്തായിരുന്നു നിനക്ക്? പറയടാ, ആർക്കു വേണ്ടിയാ നീ ഇതെല്ലാം ചെയ്യുന്നത്? അത് അമ്മേ, ഞാൻ പറയടാ, ആർക്കു വേണ്ടിയാ നീ ഇതെല്ലാം ചെയ്യുന്നതെന്ന്? ഞാൻ നേരത്തെ പറഞ്ഞില്ലമ്മേ, ഇവൻ കോളേജ് രമേ, അവൻ നിനക്ക് വേണ്ടിയാണ് ആ ജോലിക്ക് ചേരാൻ പോകുന്നത്. എനിക്ക് വേണ്ടിയോ? എനിക്ക് വേണ്ടി ഇവനെന്തിനാ ലോ കോളേജിൽ ലെക്ചറായിട്ട് പോകുന്നത്? എന്താണ് രമേ ഇത്? ഇവനെ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? നീ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുന്നോണ്ടാ ഇവൻ നിന്നോട് പറയാതെ ലോ കോളേജിൽ പഠിപ്പിക്കാൻ പോകുന്നത്. അല്ലാതെ നിന്നെ നാണം കെടുത്തുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി ഇവൻ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറ. ഏതെങ്കിലും വിധത്തിൽ എപ്പോഴെങ്കിലും നിന്നെ ഇവൻ നാണം കെടുത്തിട്ടുണ്ടോ? നീ വേണ്ടാന്ന് പറഞ്ഞ ഒറ്റ കാരണത്തില് അവൻ വിദേശത്ത് പോയി പഠിക്കണമെന്ന ആഗ്രഹം പോലും ഉപേക്ഷിച്ചു. ശിവദാസിനെ കേസിൽ നിന്ന് മോചിപ്പിക്കാൻ ഇറങ്ങി തിരിച്ച ശ്രമവും നീ പറഞ്ഞുകൊണ്ട് മാത്രം ഉപേക്ഷിച്ചവനാ ഈ നിൽക്കുന്ന മഹി. നിനക്ക് വേണ്ടി നീ പറഞ്ഞ പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കാമെന്നും അവൻ സമ്മതിച്ചു. എന്നിട്ടും നീ പറഞ്ഞ ഒരു കാര്യവും അവൻ അനുസരിച്ചില്ലെന്ന് നിനക്കെങ്ങനെ പറയാൻ പറ്റും രമേ? ജീവിതത്തിൽ അവൻ ഏറ്റവും അധികം മോഹിച്ച കാര്യങ്ങൾ പോലും ചെയ്യാതെ, അവൻ മോഹിച്ച കാര്യങ്ങളെല്ലാം, ആഗ്രഹിച്ച തൊഴിലുൾപ്പെടെ എല്ലാം ഉപേക്ഷിച്ചവനല്ലേ മഹി? നിനക്കത് നിഷേധിക്കാൻ പറ്റുമോ?